ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു എന്തപ്പോ ഇവിടെ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പോണാണോ, നമ്മളെ കാര്യമല്ല, നാട്ടിൽ നിന്നൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ പോണാണ് ഖുർആൻ ദീൻ പഠിക്കാനാണ്. ഇങ്ങോട്ട് പോയിട്ട് ചോദിക്കും എന്താ ദീൻ പഠിച്ചു എന്ന്. ഈ എന്താപ്പോ ദീൻ പഠിച്ചു എന്ന് ചോദിച്ചാൽ കുറെ ദുആ പഠിച്ചു, മയ്യത്ത് കുളിപ്പിക്കൽ പഠിച്ചു. ഒരാളെങ്ങനെ മയ്യത്താക്കി എന്നിട്ട് അയാളെങ്ങനെ കുളിപ്പിക്കുക, എന്നിട്ട് അയാൾ 2 ബെഞ്ച് കൂട്ടി വെച്ചിട്ട് അതിന്റെ അടിയിലേക്ക് കബറിലേക്ക് ഇറക്കി വെക്കുക, എന്നിട്ട് ആ കയറ് വലിക്കുക. ഇങ്ങനെ ഇതൊക്കെ എന്റെ മാത്രം പിന്നെ പള്ളിയിൽ വരെ പഠിക്കുന്ന ദീൻ പഠനത്താണ്. വേറെ എന്താ ഇവിടെ ദീൻ പഠിക്കാനുള്ളത്? ഖുർആൻ ഒരുപാട് പഠിക്കാനുണ്ട്, അത് ഏറ്റവും പഠിക്കാനുണ്ട്. അത് പഠിച്ചെങ്കിൽ തന്നെ നമുക്ക് ഇത് ശരി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതിന്റെ സ്ഥാപനം നടക്കാനുണ്ട്. നമ്മളെ വിചാരം അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ട സുഹൃത്തുക്കൾ. അപ്പോ ഈ ഒരു കർമ്മശാസ്ത്രപരമായ കുറെ കാര്യങ്ങളുടെ ഒരു വിശദീകരണം അല്ലാതെ ഇന്നത്തെ ഇസ്ലാം ദീൻ എന്ന് പറയുന്ന ദീനിനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഭക്തി വേണ്ടതാണ്. ഭക്തി ആർക്ക് വേണം? തഖ്വ വേണം. തഖ്വ ഭക്തി വേണ്ടേ? ഞാൻ ചോദിച്ചു എന്ത് തഖ്വ വേണം? ഖുർആൻ പറയുന്ന തഖ്വ എന്താണ്? അള്ളാഹ്ക്ക് വേണോ തഖ്വ? ഈ വ്യക്തിക്ക് വേണം. ഇതുകൊണ്ടുള്ള ലാഭം എന്താണ്? ഈ വ്യക്തിക്ക് ലാഭമുണ്ടോ? സമൂഹം ഇതുകൊണ്ട് പറയാം മൗലവിമാർക്കും ലാഭമുണ്ട് എന്നല്ലാതെ ഇവരുടെ ഈ കപടഭക്തി കൊണ്ട് ആർക്കാ ലാഭം? അപ്പൊ സമൂഹത്തിന്, ഈ വ്യക്തിക്ക്, രാജ്യത്തിന്, അവന് തന്നെ അവന്റെ വരാനിരിക്കുന്ന ഹീറാത്തുകളിൽ അവന്റെ ജീവിതത്തിന് മെച്ചപ്പെടുന്ന എന്തെങ്കിലും ഒരു സംവിധാനം, എന്തെങ്കിലും ഒരു തിയറി ഈ ഖുർആനിൽ ഉണ്ടോന്ന്. ഇത് കുറെ ആർത്തവ രക്തം, മറ്റേ രക്തം, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ, ഒന്നു മുറിയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുക. ഇതാണ് ഇന്നത്തെ ലോകത്തെ ഇസ്ലാം മതത്തിൽ. എന്നിട്ട് ഇത് വിശ്വവിമോചകനാണ് മുഹമ്മദ്. അവിടെ പോകാൻ പോകുന്ന എല്ലാ ഭാഗത്തും ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്താ വിശ്വവിമോചനം നടത്തിയത് ലോകത്ത് മുഹമ്മദ്? ഇവര് പറയുന്ന ദീനിലൊക്കെ മുഹമ്മദ് നബി വിശ്വത്തെ മോചിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ കൊണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഒരു പ്രവാചകൻ എന്ത് വിശ്വത്തെയാണ് മോചിപ്പിച്ചത്, ഏതിൽ നിന്നാണ് മോചിപ്പിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്നാണ് ഞാൻ ചോദിച്ചു, ഇവര് പറയുന്ന ഹൈലാനും മഹീലിനും ഖുർആനെങ്കിൽ എന്തിനാ പെണ്ണ് പശ്ചാത്തപിക്കണമെന്ന് ചോദിച്ചു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറഞ്ഞിട്ട് ആയത്ത് അവസാനിപ്പിക്കണം. യസ്അലൂനകാനിൽ മഹീൽ എന്നുള്ള ആയത്ത് അവസാനിപ്പിക്കും മധ്യത്തില് ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീനാണ്. പെണ്ണ് പക്ഷാതപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആ പെണ്ണ് എന്ത് കുറ്റം ചെയ്തു? അവളുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയ അങ്ങനെ കാലാകാലങ്ങളിൽ തുടർന്നു പോരുന്നു എന്നല്ലാതെ ആ പെണ്ണ് എന്ത് കുറ്റാ ചെയ്തത്? അപ്പൊ ഈ എന്താണ് ആ വിഷയം പഠിക്കണം. ഞാൻ സംശയം ഉന്നയിക്കല്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിന്റെ മറുപടി പറയും. അറിഞ്ഞുകൊണ്ടാണ് പറയണത്. ഇപ്പൊ നിങ്ങളുടെ ചിന്തയിലിട്ട് തരാണ്. എന്താണ് അത്? ആ രക്തമൊലിപ്പിക്കൽ എന്താണ്? എവിടുന്ന? എന്താണ് അൽ മഹീൽ? എന്താണ്? ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഈ യുഹിബ്ബുൽ മുത്തതഹിരി എന്ന് പറയുകയാണെങ്കിൽ ഈ മുത്തതഹിരിങ്ങളെ അള്ളാഹു ഇഷ്ടമുള്ളതെങ്കിൽ ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളിൽ മാസത്തിൽ ഒരാഴ്ചയെങ്കിലും അള്ളാഹു വെറുക്കേണ്ടി വരും. ഇതാണ് സംഗതിയെങ്കിൽ ലോകത്തുള്ള എല്ലാ മൂമിനത്തായാലും വേണ്ടില്ല ഒരാഴ്ച വെറുക്കേണ്ടി വരും. യുഹിബ്ബുൽ മുത്തതഹിരി എന്ന് പറഞ്ഞാൽ ഇത് അശുദ്ധമായ ഒരു അവസ്ഥയാണെങ്കിൽ അശുദ്ധിയുള്ളവരെ അള്ളാഹു വെറുക്കണ്ടേ? അപ്പൊ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും മാസത്തിൽ ഒരു ആഴ്ച, 4-5 അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ചുരുങ്ങിയത് അള്ളാഹു വെറുക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഈ പറയുന്നത് എന്താ? അങ്ങനത്തെ ഒരു ഗ്രന്ഥമല്ല ഇത്. വ്യക്തമായും അറിഞ്ഞിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഗ്രന്ഥമല്ല ഈ പരിശുദ്ധ ഖുർആൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കക്കൂസിൽ പോയാൽ കയറി വന്നിട്ട് അവിടെ ഒന്നും കഴുകാതെ കയ്യും മുഖം തുറക്കാൻ പറയുന്ന, തോന്നിയാത്തം പറയുന്ന കിതാബൊന്നല്ല ഈ ഖുർആൻ. ഏത് സമൂഹത്തോടാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ഐറ്റിയുടെ യുഗത്തിലാണ് ഈ പറയുന്നത്. ചിന്തയുടെ ലോകം, ചിന്തയുടെ വിപ്ലവം സൃഷ്ടിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മലമൂത്ര വിസർജനത്തിന് കുണ്ടിലേക്ക് പോയിട്ട് അവിടുന്ന് കയറി വന്നിട്ട് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കയ്യും മുഖവും തുടക്കണം എന്ന് പറയുന്നത് ഏത് ജനതയോടാണ് നമ്മൾ ഈ പറയുന്നത് എന്ന് ചിന്തിക്കണം. ഏത് ഗ്രന്ഥത്തിലാണ് ഈ പറയുന്നത് നോക്കാം. മനുഷ്യന്റെ ആത്മീയമായ വൈജ്ഞാനികമായ ഒരു യാത്രയെക്കുറിച്ച് ഖുർആന് ചർച്ച ചെയ്യാനുള്ളൂ. അവന്റെ ഫിസിക്കലായ, അവന്റെ ശാരീരികമായ കാട്ടിക്കൂട്ടലുകൾ അള്ളാഹുവിന് പ്രശ്നമല്ല. അത് അള്ളാഹുവിന്റെ ആത്യന്തികമായ ചർച്ചാ വിഷയമല്ല. അവന്റെ യാത്ര, അവന്റെ രോഗം, അവൻ ഏത് കുണ്ടിൽ നിന്നാണ്, ആശയപരമായ കുണ്ടിൽ നിന്നാണ് അവൻ കയറി വരുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. മുട്ടുവരെ കയ്യിലുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു റഫീഖ് എന്നുള്ള വാക്കിനെ അവിടെ മുട്ട്. അതാണ് ഞാൻ പറയുന്നത്. ഈ വേർഡ് മീനിങ് അടിസ്ഥാന അർത്ഥത്തിൽ നിന്ന് പിന്നീട് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഈ റഫീഖ എന്ന് പറയുന്ന റഫീഖ് എന്നൊക്കെ വളരെ സുപരിചിതമായ പദമാണ്. റഫീഖ എന്നാണ് ആ വേർഡ്. ഈ നിർഫക്ക് എന്നൊക്കെ പറയുന്ന പദം റഫീഖ് എന്നാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സൂക്ഷ്മമായി പറയുന്നത്. റഫീഖ് എന്ന് പറഞ്ഞാൽ 2 മെയ്യാണെങ്കിലും മനം ഒന്നായിട്ട് കഴിയുന്ന കൂട്ടുകാർക്ക് റഫീഖ് എന്ന് പറയാം. 2 മെയ്യാണെങ്കിലും മനം ഒന്നായി കഴിയുന്ന, അത്രക്കും ജോയിന്റ് ആയി കഴിയുന്ന സുഹൃത്തുക്കൾക്കാണ് റഫീഖ് എന്ന് പറയാം. അവര് ആണ്, അവര് കൂട്ടുകാരാണ്, ആത്മീയമായ അത്രക്കും അടുത്ത കൂട്ടുകാർ. അതാണ് റഫീഖ്. അതെന്തുകൊണ്ട് മുട്ടിന് ഉപയോഗിച്ച് പിൽക്കാലഘട്ടത്തിൽ നിന്ന് മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ജോയിന്റ് ചെയ്യുന്ന ഭാഗമാണ് മുട്ട് എന്നുള്ളതുകൊണ്ട് പിൽക്കാലഘട്ടത്തിൽ ആ വാക്ക് കൈമുട്ടിന് വന്ന് ചേർന്ന പദമാണ് അത്. അതിന്റെ അസൽ മീനിങ് അല്ല, അതിന്റെ ബേസിക് മീനിങ് അല്ല, അതിന്റെ അസൽ മായന അല്ല.
റഫീഖ് എന്നുള്ള വാക്ക് അതിൽ അതാണ് മർഫക്ക്. അതിന്റെ മനുഷ്യരെ പരസ്പരം ജോയിന്റ് ചെയ്യാൻ, പരസ്പരം അടുപ്പിക്കേണ്ടതിലേക്ക് നിന്റെ വീക്ഷണങ്ങളെയും നിന്റെ പ്രോസസ്സുകളെയും നിന്റെ പ്രവർത്തനങ്ങളെയും കർമ്മങ്ങളെയും നീ പ്യൂരിഫൈ ശുദ്ധിയാക്കുക എന്നാണ് പറഞ്ഞത്. അത് ഇപ്പൊ നിങ്ങൾ ഉൾക്കൊണ്ടാലും ശരി, ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ശരി, ഇത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ഭാവിയിൽ വരാനുണ്ട്. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കത്തല്ല. അല്ലാതെ കൈ മുട്ടുവരെ നിലയിൽ ഹത്താന പറയാം, കൈ മുട്ടുവരെ കഴിയാണ് വരെ നിലയിൽ അഞ്ചിൽ നിലയിൽ അറബിയിൽ ഹത്താന ഉപയോഗിക്കാം, ഇല ഉപയോഗിക്കാം. ഇല എന്ന വാക്കല്ല ഉപയോഗിക്കാം. ഇല എന്ന് ഉപയോഗിച്ചിട്ട് ഇല്ലേ എന്നുള്ള മനസ്സിൽ ഇപ്പൊ 2-3 ആയത്തുകൾ പോകുന്നുണ്ടാവും. അത് പിന്നീട് വിശദീകരണം വരും. ഒരു നോമ്പിന്റെ വന്നപ്പോ ഒരു വസ്ത്രപൂ ഹത്ത പിന്നെ ഹത്തായത്തയ്യനക്കുമ്പോൾ ഹൈത്തുല്ലാത്തവരി നിങ്ങൾ ഫജ്ർ സുമ്മ അതിമുത്തിയാമ ഇലല്ലേ ഇല വന്നിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. അഗ്നിസ്ഥലാത്തല്ലി ദുരൂപിശ്വസിയില അവസക്കിലയിൽ അവിടെ ഒരു ഇല വന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ വിശദീകരണം വരും. ശേഷം പിന്നീട് മെല്ലെ വരും. അവിടെ ഒന്നും വരെയെന്നല്ല അർത്ഥം. അതിലേക്ക് ഏതിലേക്ക് മനുഷ്യരെ പരസ്പരം യോജിപ്പിക്കുന്നത്, അതാണ് മർഫത്ത് എന്ന ഇസ്മുൽ ആലത്താണത്. ഇസ്മുൽ വാസിത്ത ഇസ്മുൽ ആലത്ത് ഉപകരണത്തിന്റെ നാമം.